ഹരിയാനയിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയം പ്രവചിച്ചിരിക്കുകയാണ് ഇന്ന് പുറത്തുവന്ന എല്ലാ സർവേകളും. വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് എല്ലാ സർവേകളുടെയും പ്രവചനം. 50-ൽ കൂടുതൽ സീറ്റ് എല്ലാ സർവേകളിലും കോൺഗ്രസിന് പ്രവചിക്കുന്നുണ്ട്. 10 വർഷത്തിനു ശേഷം ഗംഭീര തിരിച്ചുവരവാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുവാൻ പോകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ. ആകെയുള്ള 90-അംഗ നിയമസഭയിൽ 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രകാരം കോൺഗ്രസിന് 50 മുതൽ 58 വരെ സീറ്റുകൾ ലഭിക്കും. BJP 20-28 സീറ്റുകളിൽ ഒതുങ്ങും. റിപ്പബ്ലിക് TV PMarQ സർവേ കോൺഗ്രസിന് 51 മുതൽ 61 വരെ സീറ്റുകളും BJPക്ക് 27 മുതൽ 35 സീറ്റുകളുമാണ് പ്രവചിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ഭാരത് മാറ്റർ സർവേ ഫലം അനുസരിച്ച് BJP 18 മുതൽ 24 സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ കോൺഗ്രസിന് 55 മുതൽ 62 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലം അനുസരിച്ച് 44 മുതൽ 54 സീറ്റുകൾ കോൺഗ്രസിനും 15 മുതൽ 29 വരെ സീറ്റുകൾ BJPക്കും ലഭിക്കും. കോൺഗ്രസിന് 49 മുതൽ 61 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. BJP 20 അല്ലെങ്കിൽ 32 സീറ്റുകളിൽ ഒതുങ്ങും. ധ്രുവ് റിസർച്ചിന്റെ സർവേ പ്രകാരം കോൺഗ്രസ് 50 മുതൽ 64 വരെ സീറ്റുകൾ നേടും. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളും ഇത് തന്നെ. BJPക്ക് 22 മുതൽ 32 സീറ്റുകളിലെ വിജയിക്കാനാവൂ. ജിസ് TF റിസർച്ചിന്റെ അഭിപ്രായത്തിൽ 45 മുതൽ 53 സീറ്റ് നേടിയായിരിക്കും കോൺഗ്രസ് അധികാരം പിടിക്കുക. BJPക്ക് 29 മുതൽ 37 വരെ സീറ്റുകൾ ലഭിക്കും. റെഡ് മൈ ആക്സിസ് സർവേ പ്രകാരം 50 മുതൽ 55 സീറ്റ് കോൺഗ്രസിനും 20 മുതൽ 25 സീറ്റ് BJPക്കും ലഭിക്കും. എല്ലാ സർവേകളിലെയും കണക്കുകൾ പ്രകാരം ശരാശരി 49 മുതൽ 59 സീറ്റ് വരെയാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത്. BJPക്ക് ശരാശരി 21 മുതൽ 30 സീറ്റുകളെ ലഭിക്കൂ. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നതെന്നത് വെളിവാക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കർഷകരും ദളിതരും ജാട്ട് സമുദായവും കോൺഗ്രസിനൊപ്പമായിരിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. 2019-ൽ തന്നെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചന കാണിച്ചിരുന്നതാണ്. എന്നാൽ BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ പാർട്ടി പതറിപ്പോവുകയായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും കർഷക സമരവുമെല്ലാം ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10-ൽ 5 സീറ്റ് കോൺഗ്രസ് നേടിയപ്പോൾ തന്നെ ട്രെൻഡ് ഏറെക്കുറെ വ്യക്തമായിരുന്നു. കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനം പ്രതിപക്ഷ നിരയ്ക്കും കരുത്ത് പകരുന്നതാണ്. എക്സിറ്റ് പോൾ ഫലത്തിനനുസരിച്ചാണ് ഒക്ടോബർ 8-ലെയും ഫലം വരുന്നതെങ്കിൽ കോൺഗ്രസിന് രാജ്യത്ത് അധികാരം ലഭിക്കുന്ന 4ാമത്തെ സംസ്ഥാനവും ഹരിയാന. നിലവിൽ കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് സർക്കാരുകളുള്ളത്. തമിഴ്നാട്ടിലെയും ജാർഖണ്ഡിലെയും സഖ്യ സർക്കാരിലും കോൺഗ്രസ് ഭാഗമാണ്.